ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ 4 കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനൊരു സ്കില്ല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർജിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ എത്തിയാലും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, നിങ്ങളിപ്പം ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്ന എന്ത് കാര്യവും സൈലൻറ്റോടുകൂടെ കേൾക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത് വളരെയധികം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്താണ് നമ്മളോട് പറയുന്നത് ആ കാര്യത്തെ അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ററപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിനെ ഒന്നും ഇതാക്കാതെ അവരുടെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്കത് വലിയൊരു നേട്ടമായിരിക്കും. അതേപോലെ രണ്ടാമത് പറയാനുള്ള കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിക്ക് ഏത് സിറ്റുവേഷനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയുകയാണെങ്കിൽ നമ്മളുടെ ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ, എന്തായി കഴിഞ്ഞാലും അതിൽ പ്രോബ്ലംസ് ആണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ എല്ലാവരുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും സക്സസ് അല്ല. ചിലപ്പോൾ വിജയങ്ങളുണ്ടാവും, തോൽവികളുണ്ടാവും. പക്ഷെ നമ്മൾ തോറ്റു പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനുള്ള ഒരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ലൈഫിൽ ഏത് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ എവിടെയും തോറ്റു പോവില്ല. നമ്മൾ പിന്നെയും എഴുന്നേറ്റ് ഓടാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാവും. അത് കൈവരിക്കുക എന്നുള്ളതും ഒരു ലൈഫിനെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്ത് ജോബ് ചെയ്യുകയാണെങ്കിലും എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ വിചാരിച്ച രീതിയിൽ പെട്ടെന്ന് സക്സസ് ആവണമെന്നൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും എന്താണെങ്കിലും അതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു 100% കൊടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം സക്സസ് ഉണ്ടാവുന്നതാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ കൂടി നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊക്കെ എഴുന്നേറ്റ് വരാൻ പറ്റും.